നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ തങ്ങളിലേക്ക് അടുത്തു വരുന്ന ഒരു രാശിക്കാർ തന്നെയാണ് ധനുരാശി എന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വകാരകനാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ വ്യാഴത്തിന്റെ അനുകൂലമായ അവസ്ഥ ആവശ്യമാണ്. വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വരുമ്പോൾ വളരെയധികം അനുകൂല ഫലങ്ങളാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. ഇവിടെ ധനുരാശിക്കാരുടെ ഈ ഒരു വ്യാഴമാറ്റത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇവർക്ക് കുറച്ച് നാളുകളായിട്ട്, അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വ്യാഴം 6ാം ഭാവത്തിലാണ് നിലനിന്നിരുന്നത്. 6ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അത്ര നല്ല അനുകൂലമായൊരു ഭാവമല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ മേഖലയിലും അല്ലെങ്കിൽ ജീവിതത്തിലുമൊക്കെ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് 6ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുസ്ഥാനമായിട്ടാണ് ജ്യോതിഷവശാൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ 6ലേക്ക് വരുന്ന വ്യാഴം മറഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് ചേർന്ന് നിന്നിട്ടുള്ള ആൾക്കാർ വഴി ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കൂടാതെ തൊഴിൽ മേഖലയിൽ നമ്മളോട് കൂടെ ചേർന്ന് നിന്നവർ നമ്മളെ ഒരുപാട് തരം താഴ്ത്തുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. അതുപോലെ നമുക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ പലർക്കും രോഗാവസ്ഥകൾ, അങ്ങനെ എല്ലാ തരത്തിലും വളരെ ദുരിതപ്പെട്ടൊരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. ഈ 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മളുടെ പങ്കാളിയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. കൂടാതെ വിദേശയാത്രയും സമ്പൽ സമൃദ്ധിയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവം തന്നെയാണ് 7ാം ഭാവം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 12 വർഷമാണ് ഒരു എല്ലാ രാശിയും വ്യാഴം കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നത്. ഇവിടെ 12 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന 7ാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുന്ന ഈ ഒരു വ്യാഴം ധനുരാശിക്കാർക്ക് ഒത്തിരി മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. പങ്കാളിയുമായിട്ട് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ, നല്ല യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഒത്തുചേർന്ന് പോകാൻ സാധിക്കുന്ന സമയമാണ്. വിവാഹം വർഷങ്ങളായിട്ട് നടക്കാൻ സാധ്യതയില്ലാതിരുന്നവർക്കൊക്കെ വിവാഹം വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ പ്രമോഷനൊക്കെ ലഭിക്കാം. ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് നമുക്ക് യാത്രകളും ജോലി സാധ്യതകളൊക്കെ ആയിട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയമാണ്. ഒരു സ്കോളർഷിപ്പ് കിട്ടി വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം പൂർത്തിയാക്കി ജോലി നേടാനുമൊക്കെ പറ്റിയൊരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം മൂലം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ധനുരാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ കാലഘട്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കൂടുതൽ അനുഭവങ്ങൾ, അതായത് അനുകൂല ഫലങ്ങൾ ലഭ്യമാവുന്നതിന് വ്യാഴൻ ആയ വിഷ്ണു, കൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക്, ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, തൃക്കൈവണ്ണ എന്നിവ നടത്തുന്നതും 4 പ്രദക്ഷിണം വ്യാഴാഴ്ച നടത്തി പ്രാർത്ഥിക്കുന്നതും അനുകൂലമായിരിക്കും.